പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴനിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ഞാൻ എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പാ. നീ തന്നെയാ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഫുൾജാർ സോഡ വെക്കുന്ന കുറെ കടകൾ കാണാം. ഒരു കടയിലല്ല, കുറെ കടകളിലാണ് പരിപാടി. ഇപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ അങ്ങനത്തെ ഒരു വർത്താനം. നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഒരു ഫുൾജാർ സോഡ തരുമോ ചോദിക്കാം ആദ്യത്തെ. അവരെന്താ റിയാക്ഷൻ നോക്കാം. അതെന്തോ ആട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. അപ്പോ മാസ്ക് റെഡി ആയിട്ട് വാ നമുക്ക് പോവാം. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. വേണ്ട, അവിടെ എന്റെ ഫോട്ടോ രതീഷോടൊന്ന് ഫുൾജാർ സോഡ വാങ്ങിച്ചു നോക്കിക്കാം. ഞാൻ മാറി രതീഷ. സ്വപ്നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? അതാ ഫുൾജാർ സോഡ. സോഡയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അക്ക എന്റെ ഫോട്ടോ എടുക്കുന്നത് ആരക്ക അറിയില്ല. എന്തൊക്കെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അറിയില്ല പറഞ്ഞു. കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അടിപൊളിയാക്കാം. ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അക്ക കണ്ടുപിടിച്ചോട്ടാ, അയാളാണ് ഞാനിത് കാണാൻ വേണ്ടി വന്നാണ്. മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. ആരോടൊന്നും ശരിയാണത് അറിയില്ല. തോറി മെഴുകി നിൽക്കുക ഞാൻ ഈ സാഹചര്യത്തിൽ. ആരാണെന്നൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. ഇവര് കുറെ അപ്പുറത്തെ കടയിലുണ്ട് അല്ലേ? അപ്പോ ആരാണെന്നൊന്നും അറിയില്ല അവർക്ക്. ഇവര് അപ്പുറത്തെ കടയിൽ വെച്ചപ്പോ ഇപ്പുറത്തെ കടയിൽ വെച്ചു അല്ലേ? അതാണ് സംഭവം. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. സമയങ്ങളിൽ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.